ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക അധ്യാപകൻ, സാഹിത്യകാരൻ, ഗ്രന്ഥകാരൻ, വിവർത്തകൻ, ലേഖകൻ എന്നീ നിരകളിലൊക്കെ ശ്രദ്ധേയനായ ഡോക്ടർ എസ് സുരേന്ദ്രൻ നായർ സാറിനെയാണ്. ഈ ഒരു എപ്പിസോഡിലൂടെ സുരേന്ദ്രൻ നായർ സാറിൻ്റെ വ്യക്തി ജീവിതത്തിലൂടെയും സാഹിത്യ ജീവിതത്തിലൂടെയും അധ്യാപക ജീവിതത്തിലൂടെയും ഒക്കെ ഒരു യാത്ര പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നീണ്ട 33 വർഷത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം സുരേന്ദ്രൻ സാർ 2018 തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് ഹിന്ദി വിഭാഗം മേധാവിയായി വിരമിക്കുകയുണ്ടായി. കഴിഞ്ഞ 33 വർഷത്തെ അധ്യാപക ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ സുരേന്ദ്രൻ സാറിന് എന്താണ് പറയാനുണ്ടാവുക? നമ്മുടെ കോളേജ് തുടങ്ങുന്നത് 1964 അന്ന് ഇതിൻ്റെ പേര് സെൻറ്റ് സേവിയേഴ്സ് എന്നല്ല, ലയോള കോളേജ് ശ്രീകാര്യത്താണ് തുടങ്ങുന്നത്. 1965 സെപ്റ്റംബറിലെ ഓണത്തിനാണ് സെൻറ്റ് സേവിയേഴ്സ് എന്ന പേരിൽ ഇവിടെ ക്യാമ്പസിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഞാൻ 33 അക്കാഡമിക് ഇയറിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് 1985 സെപ്റ്റംബർ 25 ജോയിൻ ചെയ്യുന്നു. അവസാനം 2018 ജൂലൈ 31 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കം ലീവ് വേക്കൻസിയിലാണ്. 85 ഞാനിവിടെ വരുന്നത് ഒരു ലീവ് വേക്കൻസിയിലാണ്. അത് 1986 നവംബർ ആകുമ്പോഴത്തേക്ക് ലീവ് വേക്കൻസി എത്തിയിരുന്നു. പക്ഷെ അതിന് ഭാഗ്യം കൊണ്ട് അതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഹൗസിംഗ് ബോർഡിൽ PSC മുഖേന ക്ലർക്കായിട്ട് നിയമനം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇത്തിരി ജോയിനിങ് ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് വാങ്ങിച്ചതുകൊണ്ട് ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്ക് ഹൗസിംഗ് ബോർഡിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അത് നവംബർ 26 1986. അത് 8.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പെർമനൻറ്റ് വേക്കൻസി വരികയും ആ ജോലി രാജിവെച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. പെർമനൻ്റായി കഴിഞ്ഞിട്ട് ഉടൻ കിട്ടിയ ജോലി എന്ന് വെച്ചാൽ എക്സ്ട്രാ ജോലി എന്ന് പറയുന്നത് NSSൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ചാർജായിരുന്നു. നാഷണൽ സർവീസ് സ്കീമിൻ്റെ ചാർജ് ഞാൻ 3 ഘട്ടങ്ങളിലായിട്ട് 7.5 വർഷക്കാലം ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി സ്റ്റോക്ക് ഓൺ എയ്ഡ്സ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഇത് കഴിഞ്ഞിട്ട് PTA സെക്രട്ടറി ആയിട്ട് 3 വർഷക്കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചെയ്ത വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് BA ഫങ്ഷണൽ ഹിന്ദിയുടെ കോർഡിനേറ്ററാണ്. UGC 5 വർഷ ഡിഗ്രി കോഴ്സുകൾ തരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു BSc കോഴ്സ് ആദ്യം കിട്ടി. അത് BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ആയിരുന്നു. അതിനുശേഷം കിട്ടിയ കോഴ്സ് ഞങ്ങളുടെ BA ഫങ്ഷണൽ ഹിന്ദി ആയിരുന്നു. 5 വർഷക്കാലം 2002 മുതൽ 2007 വരെ ഞാൻ അതിൻ്റെ കോർഡിനേറ്ററും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിരുന്നു. 5 വർഷം കൊണ്ട് 3 ബാച്ച് പുറത്തു വന്നു. ധാരാളം തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കോഴ്സാണത്. പലരും ടീച്ചേഴ്സായി. അതിലൊരു കുട്ടി ഇപ്പോൾ ഹിന്ദി പ്രാധ്യാപകമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ബാക്കി പലരും സ്കൂൾ ടീച്ചേഴ്സായി. ചിലരൊക്കെ അൺഎയ്ഡഡ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒത്തിരി ഈ പ്രദേശത്തെ ധാരാളം കുട്ടികൾക്ക് നല്ല പഠനാവസരവും തൊഴിലവസരവും ഉണ്ടാക്കുവാനായിട്ട് ആ കോഴ്സിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ഈ കോളേജിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ എഫേർട്ട് കൊണ്ട് ഈ നാട്ടിന് ഉപയോഗം ഉണ്ടായ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അധ്യാപകർ ചുമതല വഹിക്കേണ്ട ചില ജോലികളുണ്ട്. അധ്യാപകർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള ചില ജോലികളുണ്ട്. അതിലൊന്നാണ് കോളേജ് മാഗസിൻ്റെ സ്റ്റാഫ് എഡിറ്റർ ജോലി. കോളേജ് മാഗസിൻ്റെ സ്റ്റാഫ് എഡിറ്ററായിട്ട് ഞാൻ 2 തവണ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അതിൻ്റെ പേര് സാഗരിക എന്നായിരുന്നു. അത് പ്രിൻസിപ്പൽ TM ജോർജിൻ്റെ കാലഘട്ടത്തിലാണ് അത് പൂർത്തീകരിച്ചത്. പിന്നീട് ഒരു കോളേജ് മാഗസിൻ അക്ഷരതീരം എന്ന പേരിൽ ഞാൻ സ്റ്റാഫ് എഡിറ്ററായിട്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അത്തരത്തിൽ എഡിറ്റിംഗ് വർക്ക് ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തത് ഗോൾഡൻ ജൂബിലി സുവനിയർ ഉണ്ട്. സുവർണ സ്മൃതി എന്ന പേരിൽ ഗോൾഡൻ ജൂബിലി കഴിഞ്ഞിട്ടൊരു സുവനിയർ ഇറക്കി. ഞാൻ മാഗസിൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു, മാഗസിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു.
അപ്പോൾ ആ മാസിക വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇറക്കി എന്നുള്ളത് ഞാൻ വളരെ ധന്യതയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. കോളേജിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് ഇവിടെ സുവനീർ ഒന്നും ഇറങ്ങിയിട്ടില്ല. 50 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയ സുവനീർ എഡിറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ജോലി ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമായിട്ട്, വലിയൊരു ധന്യത ഉളവാക്കുന്ന കാര്യമായിട്ട് ഞാൻ കാണുന്നു. സുരേന്ദ്രൻ സാറ് സെൻറ്റ് സേവിയസിൽ ജോയിൻ ചെയ്യുന്നത് 1985-ലാണ്. സാർ റിട്ടയർ ചെയ്യുന്നത് 2018-ലാണ്. ഇപ്പോൾ 2024. ഇപ്പം സുരേന്ദ്രൻ സാറ് സെൻറ്റ് സേവിയസിൻ്റെ ഭാഗമാകുന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം 38 വർഷം തികയും. സാറിൻ്റെ കൺമുന്നിലൂടെ കടന്നുപോയ ഈ 38 വർഷങ്ങളിൽ സെൻറ്റ് സേവിയേഴ്സ് കോളേജിന് ഫിസിക്കലായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഞാൻ ഇവിടെ വരുമ്പോൾ 1985 ഇവിടെ വരുമ്പോൾ 2 ബ്ലോക്കുകളെ ഉണ്ടായിരുന്നു. ആ കാണുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും ഈ സയൻസ് ബ്ലോക്കും. സയൻസ് ബ്ലോക്ക് തന്നെ ഇത്രയില്ല. അത് കഴിഞ്ഞിട്ട് 87 മറ്റോ 3 ക്ലാസ് റൂംസ് വെച്ച് 3 നിലയിൽ അഡീഷണൽ ചേർക്കുക ചെയ്തത്. അങ്ങനെയാണ് പ്രീ ഡിഗ്രിയുടെ ഷിഫ്റ്റ് സിസ്റ്റം ഒക്കെ ഇല്ലാണ്ടായത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒത്തിരി വളർച്ച ഉണ്ടായിട്ടുണ്ട്. അന്ന് നോക്കിയാൽ ഇവിടെ മുകളിൽ നിന്ന് നോക്കിയാൽ കടൽ നേരിട്ട് കാണാമായിരുന്നു. ഉയർന്ന മരങ്ങളില്ല, കെട്ടിടങ്ങളില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ വേറൊരു കാര്യമുള്ളത്, അന്ന് ക്യാമ്പസ് ഇതിലും വലുതാണ്. അന്ന് 110 ഏക്കറുണ്ട്. ഇന്നിപ്പോൾ ദ്രവീഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്ന സ്ഥലം ഇവർ വിറ്റതാണ്. സെൻറ്റ് സേവിയേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് കടം വീട്ടാനായിട്ട് വിറ്റതാണ്. അത്ര പ്രാരാബ്ധത്തിലാണ് അന്ന് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം പ്രാരാബ്ധം മാറി, കാഴ്ചപ്പാട് മാറി, സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഇപ്പോൾ 9 ഡിഗ്രി കോഴ്സുകളുണ്ട്. 4 BSc, 4 BA, 1 BCom, 8 9. പിന്നെ 2 PG കോഴ്സുകളുണ്ട്, ഒരു MCOM-ഉം ഒരു MSc ഫിസിക്സും. പിന്നീട് ലൈബ്രറി ബിൽഡിങ്, നേരത്തെ 2 മുറിയിൽ മാത്രമായിട്ട്, 2 ക്ലാസ് റൂമിൽ മാത്രമായിട്ട് പ്രവർത്തിച്ചിരുന്ന ലൈബ്രറിക്ക് വിശാലമായ സെൻറ്റ് സേവിയേഴ്സിൻ്റെ ലൈബ്രറിയുടെ തിരുവനന്തപുരത്തുള്ള അതിൽ ഏറ്റവും നല്ല ലൈബ്രറി ആയിരിക്കും ഇപ്പോൾ. അപ്പോൾ അത്രയും നല്ല ലൈബ്രറി ബിൽഡിംഗ് ഉണ്ടായി, ലൈബ്രറി സൗകര്യങ്ങളുണ്ടായി. പിന്നെ ഇടമരം ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ബ്ലോക്ക് വന്നു, വലിയ ഓഡിറ്റോറിയം വന്നു, ക്യാൻറ്റീൻ പുതിയത് വന്നു. അന്ന് ഞങ്ങൾ വരുമ്പോൾ ചെറിയൊരു ക്യാൻറ്റീനാണ് ഉണ്ടായിരുന്നത്. ചെറിയ ക്യാൻറ്റീനും ചെറിയ ഹൗസും. ജസ്യൂട്ട് ഹൗസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. ജസ്യൂട്ട് ഹൗസ് നല്ല രീതിയിൽ പുതുക്കി പണിതു. തുടക്കത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഈ കോളേജ് നടത്തിക്കൊണ്ട് വന്നത്. വളരെ പ്രാരാബ്ധം ഏറ്റെടുക്കുന്ന ഒരു തറവാടിൻ്റെ ചുമതലക്കാരനായിട്ടായിരുന്നു ഇതിൻ്റെ മാനേജറും പ്രിൻസിപ്പലൊക്കെ അക്കാലത്ത്. അവർ വളർത്തിക്കൊണ്ട് വന്ന പ്രസ്ഥാനത്തിൻ്റെ ഗുണഭോക്താക്കളാണ് ഞാനുൾപ്പെടെ ഒട്ടേറെ ആളുകൾ ഇന്ന് ഇവിടെ ഉള്ളത്. അന്ന് അവരുടെ സമർപ്പിതമായ സേവനവും പണത്തോടൊന്നും യാതൊരു താല്പര്യമില്ലാത്ത മനോഭാവം കൊണ്ടാണ് എന്നെപ്പോലുള്ള ഒരാളിന് കുന്നന്താനം എന്ന് പറയുന്ന വിദൂര പ്രദേശത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്നത്. അന്ന് അവിടെയൊക്കെ കോളേജ് ഉണ്ടെങ്കിലും പണം കൊടുത്ത് ജോലി മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനപ്പുറത്ത് ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ മനോഭാവം, അധ്യാപകരെന്ന് വെച്ചാൽ മൂല്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്ന ആൾക്കാരാണ്. പണം വാങ്ങിച്ചിട്ട് നാളെ തൊട്ട് മൂല്യം പഠിപ്പിക്കാൻ പോകണം എന്ന് പറയുന്നതിൻ്റെ അപഹാസ്യത മനസ്സിലാക്കുന്ന മാനേജ്മെൻ്റ് ആയിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. സെൻറ്റ് സേവിയേഴ്സ് കോളേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന 2-3 മുഖങ്ങളെ ഒന്ന് ഓർത്തെടുക്കാം. ഞാനിവിടെ ആദ്യം പരിചയപ്പെടുന്ന വൈദികൻ, ഇതിൻ്റെ അന്നത്തെ പ്രിൻസിപ്പൽ ഫാദർ നമ്പ്യാപറമ്പിലിനെയാണ്. ഫാദർ മാത്യു നമ്പ്യാപറമ്പിൽ. അദ്ദേഹം എന്നെ സ്വീകരിച്ച് എനിക്കൊന്നും ഓർമ്മയുണ്ട്. വെൽക്കം ടു സെൻറ്റ് സേവിയേഴ്സ് മിസ്റ്റർ സുരേന്ദ്രൻ നായർ എന്ന് പറഞ്ഞിട്ട് ആണ് സംസാരിച്ചു തുടങ്ങുന്നത്. അതിവിടെ വരുമ്പോൾ കോളേജിൽ ക്ലാസ്സില്ല, സമരമാണ്, അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏറെ നേരം സംസാരിക്കാനായിട്ട് അവസരമുണ്ടായി. അദ്ദേഹം എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെയായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഊറിച്ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അതെ, സ്വന്തം കോളേജ്, പഠിച്ച കോളേജിനോട് സ്നേഹം വേണം. ഇന്നു മുതൽ ഇതാണ് നമ്മുടെ കോളേജ്, എൻ്റെ കോളേജ് എന്ന് ഇനി സെൻറ്റ് സേവിയേഴ്സിനെ പറ്റി പറയണം. കമ്മിറ്റ്മെൻറ്റ് ഈ സെൻറ്റ് സേവിയേഴ്സിനോടായിരിക്കും. മറ്റൊരു നല്ലതാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം, പഠിച്ച സ്ഥാപനത്തെ മറക്കാൻ പാടില്ല, നല്ലതാണ് എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഈ മാത്യു നമ്പ്യാർ പറമ്പിൽ വെച്ചിട്ടുണ്ട് എനിക്ക് വലിയ സ്നേഹമാണ്. അദ്ദേഹം പറഞ്ഞു, യുവർ മെറിറ്റ് വാസ് കൺസിഡേർഡ് എന്ന് പറഞ്ഞിരുന്നു സംഭാഷണ മധ്യേ. എന്നിട്ട് ഇങ്ങനെയെന്ന് പറഞ്ഞു, ഫ്രം എമംഗ് ഈക്വൽസ് വി പ്രിഫർ ക്രിസ്ത്യൻസ്, അതർവൈസ് വി വിൽ ഗോ ഫോർ മെറിറ്റ്. അദ്ദേഹം പറഞ്ഞു. എനിക്കത് വളരെ, ഞാനിന്ന് ഓർത്തിരിക്കുന്നു. മെറിറ്റിനെ മാനിക്കുന്ന ഒരു കോളേജ്, അത് സെൻറ്റ് സേവിയേഴ്സ്. അന്ന് പണത്തിനെ പറ്റി ചിന്തിക്കാതെ
മെറിറ്റിനെ പറ്റി ആലോചിക്കുന്ന, പാവങ്ങളോട് പരിഗണനയുള്ള ഒരു കോളേജ്. അങ്ങനെ അതിൻ്റെ പരിഗണന ആദ്യം എൻ്റെ മുമ്പിൽ പറയുന്ന വൈദികൻ ഫാദർ നമ്പ്യാർ പറമ്പിൽ. മരിക്കും വരെയും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ പരിചയപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലേക്ക് വന്ന ഒരു വൈദികൻ്റെ പേരെന്ന് പറയുന്നത് ഫാദർ VC ജോർജ്. അത് 1989 NSSൻ്റെ ചുമതല ഏൽക്കണം എന്നോട് പറയുന്നത് അദ്ദേഹമാണ്. ഒരു ജസ്യൂട്ട് പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭയാശങ്കകളോടെ ആണ് ഞാൻ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറാവുന്നത്. പക്ഷെ അദ്ദേഹം എനിക്ക് വളരെ നല്ല പിന്തുണ തരികയും നല്ല ഗൈഡൻസ് തരികയും പ്രോഗ്രാം ഓഫീസർ എന്ന നിലയ്ക്ക് എന്നെ വിജയിക്കാൻ അനുവദിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഗൈഡൻസും കാഴ്ചപ്പാടുകളും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വിവാദ പുരുഷൻ എന്ന് പറയാവുന്ന വൈദികനായിരുന്നു. പലരും ദൈവമായിട്ട് അടുത്ത് പോകണ്ട എന്നുള്ള രീതിയിൽ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട നല്ല മനുഷ്യരിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ ഇന്നും ഓർക്കുന്നത്. പിന്നീട് ഫാദർ സണ്ണി ജോസ്, അദ്ദേഹം ഞാനിവിടെ ആദ്യം താമസിക്കാൻ എത്തുമ്പോൾ, കോളേജിൻ്റെ അടുത്തൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ആദ്യം എന്നെ സന്ദർശിക്കുന്ന കോളേജിലെ വൈദികനാണ്. എനിക്ക് അന്ന് വേണ്ട പിന്തുണയൊക്കെ തരികയും അതെനിക്ക് സഞ്ചരിക്കാൻ വാഹനമില്ല, ഒരു പഴയ സൈക്കിൾ വാങ്ങിക്കാൻ എന്നെ സഹായിച്ചത് സന്നിഹിച്ചനാണ്. ഞാനിപ്പോൾ ഓർക്കുന്നു, 200 രൂപയ്ക്ക് ഒരു ഇവിടെയുള്ള ഒരാളുടെ കയ്യിൽ നിന്നൊരു സൈക്കിള് സ്വന്തമാക്കാൻ എന്നെ അനുവദിക്കുന്നത്, അല്ലെ അതിന് വേണ്ട ഒത്താശ ചെയ്തു തരുന്നത് സന്നിഹിച്ചനാണ്. ആ സന്നിഹിച്ചൻ സൈക്കിൾ വാങ്ങിച്ച് തന്നതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസേൺ ഞാനിന്ന് ഓർക്കുന്നു. എനിക്ക് പല തരത്തിൽ പിന്തുണ തന്നിട്ടുള്ള ആളാണ്. എനിക്ക് സുഖയിലായിരുന്നപ്പോഴും എന്നെ വന്ന് കാണാൻ അദ്ദേഹം വന്നിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ സൗഹാർദ്ദം എക്കാലവും ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ സാറ് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ അധ്യാപകനായിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ പ്രശസ്ത കവി ശ്രീ മധുസൂദനൻ നായർ സാറും അവിടെ അധ്യാപകനായിരുന്നു. സുരേന്ദ്രൻ സാറ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിലും മധു സാറ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലുമായിരുന്നു പഠിപ്പിച്ചിരുന്നത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മധു സാറ് 2004 റിട്ടയർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. മധു സാറും സുരേന്ദ്രൻ സാറും തമ്മിൽ വളരെ അടുത്തൊരു സൗഹൃദം തന്നെയാണ്. ആ ഒരു സൗഹൃദത്തെക്കുറിച്ചാണ് ഇനി സുരേന്ദ്രൻ സാറ് പറയുക. ഞാൻ 1985 കോളേജ് വരുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാണ് ക്ലാസ്സിൽ പോകേണ്ടി വരിക. അന്ന് കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഒന്ന് പ്രീ ഡിഗ്രി ബോർഡ് സമരമുണ്ട്, പിന്നെ അവിടെ കോളേജിൽ ലോക്കൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ അടച്ചിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് മുകളിൽ. മലയാളം, ഹിന്ദി, ഫ്രഞ്ച്, ലാറ്റിൻ ഇത്രയും വിഷയങ്ങളിലെ അധ്യാപകർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഈ ലാറ്റിനിലെ സാറ് വൈസ് പ്രിൻസിപ്പളാണ് ജോസി സാറ്. കരുണൻ നമ്പി സാറ് ഫ്രഞ്ചിലെ, അദ്ദേഹം പലപ്പോഴും അവിടെ വരാറുണ്ട്. അപ്പം പുരുഷന്മാർ കുറവാണ്. മധുസൂദനൻ നായർ എന്ന മധുസാറും ഞാനും ആണ് അവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പം മധുസാർ അന്ന് കവിയൊന്നുമായിട്ട് അറിയപ്പെടുന്ന ആളല്ല, എനിക്കും അറിയില്ലായിരുന്നു. ഒരു ക്രീം പാൻസും ഒക്കെ ഇട്ട്, ക്രീം ഷർട്ട് അല്ലെ വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് വരും, ഒരു തുണിസഞ്ചിയുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വേഷം. സംസാരത്തിലൊക്കെ വളരെ സാധാരണക്കാർ, കവിയായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ ഇന്ദിരാദേവി ടീച്ചറാണ് എന്നോട് പറയുന്നത്, ഈ മധുവിനെ അറിയോ, മധു കവിയൊക്കെയാണ്, ഇവിടെ എല്ലാ പരിപാടിക്കും പാട്ട് പാടും, വലിയ ജനകീയനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും, അപ്പോൾ സാറിൻ്റെ നാരായണത്ത് ഭ്രാന്ത് എന്നൊരു കവിത പ്രസിദ്ധീകരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. പിന്നീടാണ് കവിത പ്രസിദ്ധീകരിച്ചു വരുന്നത്. കലാകൗമുദിയിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചു വരുന്നത്. ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ നിന്ന് അത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന് പോപ്പുലാരിറ്റി ഉണ്ടാവുകയും ധാരാളം കാർഡുകൾ ഇങ്ങനെ വരും. അന്ന് കാർഡും ഒക്കെയുള്ളൂ, ഇമെയിലോ മൊബൈലോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ കാർഡുകൾ ഇങ്ങനെ അടുക്കി എൻ്റെ ഇങ്ങനെ തരും. അപ്പം ഞാനിങ്ങനെ വായിച്ചു നോക്കും. ഒത്തിരി ആരാധകർ കത്തയക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇതിനൊക്കെ മറുപടി അയക്കണ്ടേ, അപ്പോൾ എല്ലാത്തിനും എങ്ങനെ മറുപടി അയക്കും, അപ്പോൾ എന്നെ സെക്രട്ടറി ആക്കിയാൽ മതി, ഞാൻ അയക്കാം എന്നൊക്കെ ഞാനിങ്ങനെ തമാശയ്ക്ക് പറയുമായിരുന്നു. അങ്ങനെ മധുസാറുമായിട്ട് ആ ഒരു 13 ദിവസത്തിന് ശേഷമാണ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ അതിനോടകം തന്നെ മധുസാറുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്താൻ കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ചാണ് പലയിടത്തും. അന്ന് അവിടെ നിന്നുള്ള യാത്രയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ. എൻ്റെ സ്കൂട്ടറിലാണ് സാറിന് സിറ്റിക്ക് പോകണമെങ്കിലൊക്കെ സാർ ആശ്രയിക്കാറ്. അപ്പം എൻ്റെ വീട്ടിലും വരുമായിരുന്നു, കിഴക്കോട്ടത്ത് വരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സാറിൻ്റെ പരിചയം മുഖേന, സാറിൻ്റെ ഉപദേശം മുഖേനയാണ് ഓൾ ഇന്ത്യ റേഡിയോയിലെ ഈ കാഷ്വൽ അനൗൺസർ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നതും ഒക്കെ. വസ്തു വാങ്ങിക്കാനായിട്ട്, വീട് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഉപദേശം സ്വീകരിച്ചിട്ടുള്ളത് മധുസാറിൽ നിന്നാണ്. എൻ്റെ ഈ വീടല്ല, ഈ സ്ഥലം സെലക്ട് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മധുസാറായിരുന്നു. അങ്ങനെ ഗൈഡൻസും എൻ്റെ ഒരു മൂത്ത സഹോദരനായിട്ട് നിന്ന് എല്ലാ
കാര്യങ്ങൾക്കും ഒരു കാലത്ത് ഉപദേശം തന്നുകൊണ്ടിരുന്നത് സാറാണ്. 2004 വിരമിക്കുന്നവരെയും ആ ബന്ധം തീവ്രമായിരുന്നു. പിന്നീട് എല്ലാ ദിവസവും കാണാനൊന്നും പറ്റാത്തത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. എങ്കിൽ ഇന്നും ബന്ധം സൂക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഞാൻ സാറിനെ കണ്ടിരുന്നു, വിളിച്ചിരുന്നു. സുരേന്ദ്രൻ സാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സുരേന്ദ്രൻ സാറിനെ ഓർക്കുമ്പോൾ ഒത്തിരി ഓർമ്മകളാണ് മനസ്സിൽ ഓടി വരുന്നത്. ഞാൻ 1990 കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ സാറ് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് സാരഥിയും കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനും ഒരു നല്ല എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേറ്ററുമായി ആണ് ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു നല്ല കൊളീഗും വളരെ ഹെൽത്തി ആയിട്ട് ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൻ്റെ ഉടമയും എല്ലാവരോടും വളരെ ശാന്തനും വളരെ സൗമ്യമായിട്ടും ഇടപെടുന്ന ആരോഗ്യപരമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു വ്യക്തിക്ക് വേണ്ട, ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു അധ്യാപകനും വേണ്ട എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു കോമ്പിനേഷനായിരുന്നു സുരേന്ദ്രൻ സാർ. കൂടാതെ ഒരു നല്ല റിസർച്ച് ഗൈഡ്. അന്നത്തെ കാലത്ത് തന്നെ എല്ലാവരും റിസർച്ച് ചെയ്യാൻ കഷ്ടപ്പെടുന്ന സമയത്ത് സാറ് റിസർച്ച് ഗൈഡായിരുന്നു, ഒരു നല്ല എഴുത്തുകാരനായിരുന്നു, ഒരു നല്ല വാഗ്മിയായിരുന്നു. എല്ലാവർക്കും വേണ്ടി വളരെ ನನ್ನಾയിട്ട് ഹെൽത്തി ആയിട്ട് കോൺഫ്ലിക്ട്സ് ഒന്നുമില്ലാതെ നീതിബോധത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ സുരേന്ദ്രൻ സാറിനെ ഓർക്കുന്നത്. തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ 1985 സുരേന്ദ്രൻ സാർ എത്തിയത് മുതൽ ഒരടുത്ത സുഹൃത്ത് എന്നതിലുപരി ഒരു സഹോദര ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് എത്തിയതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ ഒരു ഗ്രാമീണ നിഷ്കളങ്കതയും നൈർമല്യവും സാധാരണത്വവും ഒക്കെയുണ്ട്. അധ്യാപന മേഖലയിൽ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരു മികച്ച ഗവേഷണ ഗൈഡ് എന്ന നിലയിലും നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസർ, താൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ക്യാമ്പസിൽ നടപ്പാക്കിയ ഫങ്ഷണൽ ഹിന്ദി കോഴ്സിൻ്റെ ഡയറക്ടർ, ശ്രീകൃഷ്ണൻ്റെ ചിരി എന്ന മനോഹരമായ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്, ഇങ്ങനെ വിവിധ നിലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സുരേന്ദ്രൻ സാർ ഒരു ബഹുമുഖ പ്രതിഭയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഞാനും പ്രേക്ഷകരും അറിയാൻ ആഗ്രഹിക്കുക, സാർ PhD എടുത്തതിനെ കുറിച്ചും അതിനുശേഷം ഒരു റിസർച്ച് ഗൈഡ് എന്ന നിലയിൽ സാർ മേൽനോട്ടം വഹിച്ച PhDകളെ കുറിച്ചും. 1995 ഞാൻ PhDക്ക് അർഹനാകുന്നത്. ഡോക്ടർ VPM മേത്തർ, VP മുഹമ്മദ് കുഞ്ഞ് മേത്തർ സാറായിരുന്നു എൻ്റെ ഗൈഡ്. കാര്യവട്ടത്ത് 1 വർഷം മാത്രമേ ഫുൾ ടൈം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അതിന് മുമ്പ് ഞാൻ പാർട്ട് ടൈമായിട്ടാണ് റിസർച്ച് ചെയ്തത്. 95 ഡിഗ്രി അവാർഡായി. എൻ്റെ കീഴിൽ 3 പേര് റിസർച്ച് ചെയ്തിരുന്നു. ഒരു അമ്പിളി VS, സുമ KS, രാധിക LR. അവരുടെ വിഷയം അമ്പിളി VS എടുത്തിരുന്നത് ശശിപ്രഭ ശാസ്ത്രിക കഥാസാഹിത്യ വിശ്ലേഷൺ എന്ന് പറഞ്ഞൊരു വിഷയമായിരുന്നു. 2013 അതിന് PhD കിട്ടി. പിന്നീട് സുമ KS എടുത്ത് മഞ്ജുൾ ഭഗത് കെ കഥാസാഹിത്യം നാരി ആ വിഷയമായിരുന്നു. അത് 2016 PhD അവാർഡായത്. പിന്നീട് രാധിക LRനും അതേ വർഷം തന്നെ, അതായത് 2016 ശ്രീകാന്ത് വർമ്മ കവിത വിശ്ലേഷൺ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വർമ്മക്ക് കവിത വിശ്ലേഷൺ എന്നതായിരുന്നു വിഷയം. 2016 തന്നെ PhD ലഭിക്കുകയുണ്ടായി. ഇതിൽ ആദ്യത്തെ 2 പേര് അമ്പിളി VSഉം സുമ KSഉം എൻ്റെ പ്രീ ഡിഗ്രി മുതലുള്ള വിദ്യാർത്ഥികളായിരുന്നു സെൻറ്റ് സേവിയേഴ്സിൽ. രാധിക LR കാര്യവട്ടത്തു നിന്ന് വന്ന് ജോയിൻ ചെയ്തതാണ്. സാർ അധ്യാപക രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സാർ കുറച്ചു കാലം ആകാശവാണിയിലും ഒരു അനൗൺസറായി പ്രവർത്തിക്കുകയുണ്ടായല്ലോ. ജീവിതത്തിലെ ആ ഒരു അധ്യായത്തെ ഒന്ന് ഓർത്തെടുക്കാമോ? ആകാശവാണിയുടെ വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രമുണ്ടല്ലോ തിരുവനന്തപുരത്ത്. അവിടെ മധുസാറ് പറഞ്ഞിട്ടാണ് ശരിക്കും അവിടെ ഞാനൊരു കാഷ്വൽ അനൗൺസർ പോസ്റ്റിന് അപേക്ഷ കൊടുക്കുന്നത്. അന്ന് കോളേജിൽ ജോലിയുള്ള സമയത്ത് തന്നെ. അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം അവിടെ മുമ്പ് കാഷ്വൽ അനൗൺസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റ് വരെ വീട്ടിൽ വന്നപ്പോൾ സാറാണ് എഴുതി തന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇതിന് പോയി, ഓഡീഷൻ ടെസ്റ്റിന് പോയി. ആകാശവാണി വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരം എന്ന് പറയണം. പിന്നെ കുറേ കടിച്ചപ്പൊട്ടാത്ത വാക്കുകളും ടങ് ട്വിസ്റ്റ് പോലെയൊക്കെ ഉണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പോന്നു. പക്ഷേ സെലക്ഷൻ വന്നു കഴിഞ്ഞിട്ട്
അതിന് ഓരോ സ്ലോട്ട് വരും. അപ്പം വൈകുന്നേരത്താണ് അതിൻ്റെ സ്ലോട്ട് സാറിന് വരുന്നത്. റെഗുലർ എംപ്ലോയീസ് ഇല്ലാത്തപ്പോഴാണല്ലോ നമ്മളെ കാഷ്വൽ അനൗൺസേഴ്സിനെ വിളിക്കുക. അപ്പം വൈകിട്ടൊരു 3:30-4 തൊട്ട് 11:30 വരെ ഇത് അവസാനിക്കും വരെ ഡ്യൂട്ടി ഉണ്ടാവും. ഇപ്പോൾ രാത്രിയിൽ ഒരു ലാംബി സ്കൂട്ടറിലാണ് ഞാൻ പോയി വരുന്നത്. ഒരു ഹരം കൊണ്ട്, ഇപ്പോൾ ഒരു പുതിയ മേഖല ഒന്ന് പരിചയപ്പെടുക എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് അതിന് പോയത്. 1 വർഷക്കാലം പോയി. അന്നവിടെ കുറേ പ്രഗത്ഭരുണ്ടായിരുന്നു. നമ്മുടെ നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ, അദ്ദേഹം ഉൾപ്പെടെയുള്ളവരാണ് ട്രെയിനിങ് ഒക്കെ തന്നത്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നതിൽ ഏറ്റവും സ്റ്റാർ എന്ന് പറയുന്നത് താരാ കല്യാൺ ഉണ്ടായിരുന്നു. സജികുമാർ എന്ന് പറഞ്ഞിട്ട് അന്ന് ദൂരദർശനിൽ ന്യൂസ് വായിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. സ്ഥിരം ജോലി എനിക്കേ ഉണ്ടായിരുന്നുള്ളത് എൻ്റെ ഓർമ്മ. കുറേ കുട്ടികൾ, അവർക്ക് ഒരുപക്ഷെ എന്നോടൊരു ചെറിയ അസൂയ ഉണ്ടായിരുന്നിരിക്കും. ജോലി ഉണ്ടായിട്ടും ഇതിലൊക്കെ വരുന്നു എന്നുള്ളത് ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിച്ചിട്ടൊക്കെയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും 1 വർഷം കഴിഞ്ഞിട്ട് ഓഡിഷന് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. ചങ്ങനാശ്ശേരിക്ക് സമീപം കുന്നന്താനം എന്ന പ്രദേശത്ത് ജനിച്ച സുരേന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ പ്രീ ഡിഗ്രി, PG എന്നിവ കംപ്ലീറ്റ് ചെയ്തത് ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്നാണ്. ഇതിനുശേഷം തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്യുകയുണ്ടായി. പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മികച്ച അധ്യാപകൻ, മികച്ച സംഘാടകൻ എന്നീ നിലകളിലൊക്കെ സുരേന്ദ്രൻ സാറ് വളരെ പ്രശസ്തനുമായിരുന്നു. എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അധ്യാപനം ജീവിത ലക്ഷ്യമായിട്ട് തിരഞ്ഞെടുത്തത്? എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛന് ഒഴിച്ച് പലർക്കും നല്ല വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അച്ഛൻ്റെ ഇളയ സഹോദരനും സഹോദരിയും ടീച്ചേഴ്സായിരുന്നു സ്കൂളിൽ. TTC കഴിഞ്ഞുള്ള പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. അവരുടെ പങ്കാളികളും ടീച്ചേഴ്സായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞമ്മ, അച്ഛൻ്റെ കുഞ്ഞമ്മ ടീച്ചറായിരുന്നു. ഹസ്ബൻഡും ടീച്ചറായിരുന്നു. പിന്നെ ഒരു അമ്മാവൻ ടീച്ചറായിരുന്നു. അപ്പോൾ കുടുംബത്തിൽ വിദ്യാഭ്യാസമുള്ള, അതുപോലെ ടീച്ചറായിട്ട് ജോലിയുള്ള കുറേ ആളുകളാണ്. അവർക്ക് കിട്ടുന്ന ബഹുമാനവും പരിഗണനയും എൻ്റെ അച്ഛന് കിട്ടുന്ന അവഗണനയും കണ്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അച്ഛൻ്റെ ഇളയ സഹോദരിയുടെ ഭർത്താവിനെ സാറെന്ന് വിളിക്കുമായിരുന്നുള്ളൂ. അളിയ എന്ന് വിളിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം ഒരിക്കലും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഒരാളിനെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾ എങ്ങനെ ബഹുമാനിക്കും എന്നുള്ളത് ആരും പറയാതെ എനിക്ക് കണ്ടറിയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അറിയാണ്ട് തന്നെ ടീച്ചറാവാനുള്ളൊരു മോഹം എനിക്കുണ്ടായിരുന്നു. അതിനുള്ള ശ്രമം ഞാൻ നടത്തിയിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം സുരേന്ദ്രൻ സാറ് സാഹിത്യരംഗത്ത് വളരെ സജീവമാണ്. ഇനി ഞാൻ അറിയാൻ ആഗ്രഹിക്കുക, എങ്ങനെയാണ് സാർ സാഹിത്യരംഗത്തേക്ക് വരുന്നത്? എഴുതാനുള്ള പ്രചോദനം എന്തായിരുന്നു? അതോടൊപ്പം തന്നെ സാർ ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയ പുസ്തകങ്ങളെക്കുറിച്ചും ഒരു ചെറിയൊരു വിവരണം പ്രേക്ഷകർക്ക് കൊടുക്കാമോ? മലയാളത്തിൽ എഴുതുന്ന ആധ്യാത്മിക മാസികകളിലാണ്. കാര്യം പ്രസിദ്ധീകരിക്കാൻ എളുപ്പമുണ്ട്. ഗുരുവായൂരിന്ന് ഭക്തപ്രിയ എന്ന് പറഞ്ഞൊരു മാസിക, ഗുരുവായൂർ ദേവസ്വം വക, പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം വക സന്നിധാനം എന്ന് പറഞ്ഞൊരു മാസികയാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ഞാൻ ആർട്ടിക്കിൾസ് എഴുതി അയച്ചുകൊണ്ടിരുന്നു. അവർ പബ്ലിഷ് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ മലയാള രചനയിലേക്കുള്ള തുടക്കം. ഹിന്ദിയിൽ ഞാൻ സംഗ്രഥൻ, കേരള ജ്യോതി ഇങ്ങനെ തുടങ്ങിയ മാസികകളിൽ, മീററ്റിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയിൽ മുമ്പ് മൃണാൾ പാണ്ഡെയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. ക്രാന്തി മന്യു എന്നായിട്ടാണ് ആ മാസികയുടെ പേര്. അപ്പം അത് കഴിഞ്ഞിട്ട് ധാരാളം മാസികകളിൽ കവിത എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട് ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പുസ്തകം ആയിട്ട് ആദ്യം പ്രസിദ്ധീകരിക്കുന്ന എൻ്റെ തീസിസാണ്. ഗുലേരി ഔർ കേസരി എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം അതാണ്. അത് എനിക്ക് തോന്നുന്നു 2008 അത് പ്രസിദ്ധീകരിക്കുന്നത്. അക്കാലത്ത് തന്നെ മലയാളത്തിൽ ഞാൻ ഒരു പുസ്തകം എഴുതി, പുരാണ കഥാമൃതം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചു. ഹിന്ദിയിൽ എഴുതുമ്പോൾ മലയാളത്തിൽ കൂടെ എഴുതാറുണ്ട്. ഹിന്ദി അവർ മലയാളം കെ മിഥക് കാവ്യം എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഒരു പുസ്തകം എഴുതി. പിന്നീട് ശ്രീകൃഷ്ണ കാ സ്വപ്ന എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലും, ശ്രീകൃഷ്ണൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലും ഒരേ വർഷം പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഒരേ വർഷമല്ല, 2019 ഹിന്ദിയിൽ, 2020 മലയാളത്തിൽ അങ്ങനെ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ശ്രീകൃഷ്ണൻ്റെ പുഞ്ചിരി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം 2020 മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് മഹാവിഷ്ണുവിൻ്റെ ചിരി, അങ്ങനെ ഒരു പുസ്തകം. അപ്പോൾ ആൾക്കാർ ചിരിയുടെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കൾ കളിയാക്കാറുണ്ട്. ഇനി പുതിയ ചിരിയൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയും ചിരിക്കാൻ പറ്റും എന്ന് നോക്കാം. സാറിൻ്റെ നിലവിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ഞാൻ പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ
അച്ഛൻ പിറന്ന വീട് എന്ന് പറഞ്ഞൊരു കവിതയുണ്ടല്ലോ, കവിതാ സമാഹാരമാണ്. അപ്പോൾ അത് ഹിന്ദിയിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ അവസാന ഘട്ടത്തിലാണ്. അത് ഉടനെ പൂർത്തിയാവും. പിന്നെ ഞാൻ ഔറേക് ഹംസദൂത് എന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലൊരു ബുക്ക് ചെയ്യാനായിട്ട് ഏതാണ്ട് തീരാറായി എന്ന് പറയാം. ഔറേക് ഹംസദൂത്, മറ്റൊരു ഹംസദൂത് എന്ന് മലയാളത്തിലും ഇറക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ മധുസാറിൻ്റെ സാഹിത്യ സംഭാവനകളെപ്പറ്റി നിരൂപണാത്മകമായിട്ട് ഹിന്ദിയിൽ എഴുതണം. അതിൻ്റെ കുറച്ച് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്, ബാക്കി പൂർത്തീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇനി സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച്. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒന്നിൻ്റെ ആളാണ്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഒരച്ഛൻ, ഒരമ്മ ഒക്കെയാണ്. പിന്നെ ഒരു സഹോദരൻ, ഒരു സഹോദരി, ഇപ്പോൾ ഒരു ഭാര്യ, ഒരു മകൾ, ഒരു കൊച്ചുമകൻ. ഭാര്യ എന്നെപ്പോലെ ടീച്ചറായിരുന്നു, എന്നെപ്പോലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറായിരുന്നു. കേരളത്തിൽ പലയിടത്തായിട്ട് ജോലി ചെയ്തു. അവസാനം കുളത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. മകളും ടീച്ചറാണ്. മകളിപ്പോൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ, ഇപ്പം ഏലൂർ എന്ന് പറയുന്ന ആന്ധ്രയിലെ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഇംഗ്ലീഷ് അധ്യാപികയാണ്. കൊച്ചുമകൻ ഇപ്പോൾ 4 വയസ്സായി. അവന് ബാലവാട്ടിക ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ രത്നച്ചുരുക്കം, കുടുംബത്തെ പറ്റിയുള്ള രത്നച്ചുരുക്കം. ഈ ഒരു എപ്പിസോഡ് എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അധ്യാപക ജീവിതം ഞാൻ ആരംഭിക്കുന്ന തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അധ്യാപകനായിട്ടായിരുന്നു. എന്നെ അധ്യാപന ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് പ്രശസ്ത കവി ശ്രീ മധുസൂദനൻ നായർ സാറായിരുന്നു. അദ്ദേഹമായിരുന്നു അന്ന് മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ സുരേന്ദ്രൻ സാറിൻ്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫങ്ഷണൽ ഹിന്ദിയിലും അധ്യാപകനാവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് വളരാനും വികസിക്കാനും ഒക്കെയുള്ള ഒരു പ്രചോദനവും പ്രേരണയും പിന്തുണയും സഹായവും ഒക്കെ നൽകിയിരുന്നത് സുരേന്ദ്രൻ സാറായിരുന്നു. സുരേന്ദ്രൻ സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേടുന്നതിനോടൊപ്പം തന്നെ ഇനിയും സാഹിത്യരംഗത്ത്, ഹിന്ദി സാഹിത്യരംഗത്തും മലയാള സാഹിത്യരംഗത്തും ഒക്കെ ഒരുപാട് സംഭാവനകൾ നൽകാൻ സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.